Anniversary of Hamlet Global Institute. Success is not just reaching about destination. It's about celebration every milestone along the journey. Today we are gathering the joy and celebrate the 6th anniversary of Hamlet Global Institute. So I am so proud and happy for this moment. 6 years of learning, growth, achievements and transforming dreams into reality. So special occasion is reflection of dedication. നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദിയുടെ വലിയൊരു പൂച്ചെണ്ട് അർപ്പിക്കുവാണ്. ഓരോ തിരിയിൽ നിന്ന് പരക്കുന്ന വെളിച്ചം മുന്നോട്ട് കൂടുതൽ ശക്തിയോടെ നമ്മൾ മുന്നോട്ട് നയിക്കട്ടെ. ഈ ഒരു 6 വർഷം പിന്നിടുന്ന ഈ ജേർണിയുടെ ഇനാഗ്രേഷൻ ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട യദു സാറിനെയും മറ്റ് അതോറിറ്റീസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി ബന്ധങ്ങൾ എല്ലാം മറന്നേക മനസാ നമിക്കുന്നു ജാതാന്തരം. അമറ്റ് എന്ന ഈ കുടുംബത്തിലേക്ക് ഞാൻ വന്നിട്ട് 9 മാസത്തോളം ആകുന്നു. ഈ 9 മാസവും ചിരിച്ച മുഖത്തോടു കൂടെ തന്നെ ഇവിടെ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യുവാനുള്ള ആ ഒരു പ്രചോദനം, ഒരു മോട്ടിവേഷൻ എല്ലാം കിട്ടിയിരുന്നതും ഫസ്റ്റ് ഒരു കോളിൽ ഇവിടേക്ക് ജോയിനിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതും നമ്മുടെ പ്രിയപ്പെട്ട യദു സാറാണ്. അമറ്റ് ഇന്റർനാഷണൽ എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. അതായത് ഈ ബെർത്ത് ഇന്റർനാഷണലിൽ നിന്ന് അമറ്റ് ഇന്റർനാഷണൽ. അപ്പൊ എന്താണ് ബെർത്ത് ഇന്റർനാഷണൽ? നമ്മളെല്ലാം പറയുമ്പോൾ എല്ലാം പറയണത്. ബെർത്ത് എന്ന് പറയുമ്പോൾ കരുനാഗപ്പള്ളിയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയാം. എന്താണ് അമ്മ അല്ലെങ്കിൽ മദർ ബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം. അപ്പൊ അവിടെ തുടങ്ങിയ ഒരു സ്ഥാപനത്തിനാണ് അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എനിക്ക് ആ പേര് തന്നെ എടുത്ത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടായിരുന്നു പിന്നെ എഴുതുള്ളൂ. ഒരേ പേരിന്റെ അടിയിൽ ഒരേ പേരിൽ പല പല സ്ഥാപനമാകുമ്പോൾ ബെർത്തിനെ ആരെങ്കിലും വെറുത്താൽ അമറ്റിനെ വെറുക്കും അല്ലെ. അമറ്റിനെ വെറുത്താൽ ബെർത്തിനെ വെറുക്കും. ഇത് അമറ്റി വെറുക്കുന്നത് എവിടെ നിന്ന് ശ്രദ്ധിക്കാം. ബെർത്തി വെറുക്കുന്നത് എവിടെ നിന്ന് അമറ്റിനെ. അങ്ങനെയാണ് ഡിഫറെന്റ് നെയിം എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയത്. ഞാൻ പറഞ്ഞ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തിയത്. കാരണം ഓൾറെഡി NIP-യുടെ ചീത്തപ്പേര് നല്ലവരുണ്ട്. വർക്കാവോ വർക്ക് ആവത്തില്ലയോ. പിന്നെ 1 ഇയർ കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ച് പരസ്യം ചെയ്യാനും പൈസ മുടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അവർ 3 സ്റ്റാഫ് നമ്മൾ അവരെ എടുത്തെന്ന് വെച്ചാൽ എല്ലാവരും സെയിൽസുകാരായിട്ട് നമ്മൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് അക്കൗണ്ട്സ് അങ്ങനെ വിഭാഗമായിട്ടൊന്നുമില്ല. പണ്ട് ഇവിടെ അങ്ങനെ NIP അക്കാഡമി എന്ന് പറയുമ്പോൾ ഞാൻ പാരാസെറ്റി പഠിച്ചാണ്. ഓക്കെ, അപ്പൊ അത്രയും വർഷത്തെ പാരമ്പര്യം ഉണ്ട് എന്നാണ് അർത്ഥം. പക്ഷേ നെഗോഷ്യബിൾ മറ്റ് വലിയ കോഴ്സുകൾ ചെയ്യാതെ ഡിപ്ലോമയിൽ തന്നെയാണ് നിലനിന്നുകൊണ്ടിരുന്നത്. കാലത്തിന്റെ മാറ്റം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് പറ്റും? സ്ഥാപനം നശിക്കും. NIP അക്കാഡമി അതുപോലെ തകർച്ചയുടെ വക്കിലാണ്. ഞങ്ങളൊക്കെ തുടങ്ങാൻ ഇരിക്കുന്ന സമയത്ത് അവർ തകരാൻ തുടങ്ങി. കാരണം എന്താ? അവർ മാറിയില്ല. അവർ ഡിപ്ലോമ എന്നൊരു കൺസെപ്റ്റ് തന്നെ ആയിരുന്നു. അവർക്ക് 1000 എന്റെയൊക്കെ ബാച്ചിൽ 800 സ്റ്റുഡൻസ് ഉണ്ടാണ് ഡിപ്ലോമ പഠിക്കാൻ. 8ഓ 10ഓ ബാച്ചുകളായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അത്രയും വലിയ സ്ഥാപനമാണ്. മാറ്റം വരാതെ വന്നപ്പോൾ അവർ തകരാൻ തുടങ്ങി. അവർ മാറി അതേ സ്ഥലത്തേക്കാണ് അമറ്റ് ഇന്റർനാഷണലിലെ ആദ്യത്തെ ഓഫീസ് ഉണ്ടായത്. അതിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് കോൺടാക്ട് ഉള്ള അല്ലെങ്കിൽ എപ്പോഴും അതുപോലെ കോൺടാക്ട് ഉള്ളതാണ്. അങ്ങനെയാണ് സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ ഗ്രോത്ത് അച്ചീവ് ചെയ്തു. എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാഫിനെക്കാളും കൊണ്ടിപ്പം ഇവിടെ സ്റ്റാഫാണ്. ഇൻഡിവിജ്വലായിട്ട് അറിയില്ല. ടീമിനെ കുറിച്ചൊക്കെ പോസിറ്റീവ് പോകാൻ തന്നെയാണ് എല്ലാവരെ കുറിച്ചും ഐഡിയുണ്ട്. ഹെഡിനെ എനിക്ക് അറിയാം. ബാക്കി നിങ്ങളെ പറ്റി ഇപ്പം ഇൻഡിവിജ്വൽ പേഴ്സണലി അറിയത്തില്ല. പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എന്താണ് വളരെ സാറ്റിസ്ഫൈഡ് പറയാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിൽ ഒരാളായി ആദ്യം തന്നെ അമറ്റ് ഗ്ലോബലിലേക്ക് ഒരു ടെലികോളറായി എത്തി. പിന്നീട് തന്റേതായ കഴിവുകൾ കൊണ്ടും സമർപ്പണങ്ങൾ കൊണ്ടും ഈ ഒരു അമറ്റ് ഗ്ലോബലിന്റെ ഒരു ഭാഗമായി തന്റെ വ്യക്തിത്വം കാണിച്ച് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ചുമതലയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഹേമാണ്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ തന്നെ മാമിനെ ഇപ്പോൾ നമ്മളുടെ അമറ്റ് ഗ്ലോബൽ ഫാമിലി ആയിട്ട് മാമിനെ ആദരിക്കാനായിട്ട് പോവുകയാണ്. എല്ലാ
ഒൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഒരു ആദരവ് നൽകിയ അമറ്റിൻ്റെ മാനേജ്മെൻറ്റിനും അതുപോലെ എൻ്റെ സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ തനിയെ ഉണ്ടാക്കിയെടുത്താണെന്ന് ഞാൻ പറയില്ല. അത് നിങ്ങളുടെയൊക്കെ സ്നേഹവും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനത്തിൻ്റെയും ഫലമാണ്. അപ്പോൾ ഈ അമറ്റിൻ്റെ ഇനിയുള്ള വിജയത്തിലും എൻ്റെ എല്ലാവിധ സമർപ്പണം ഉണ്ടാകും എന്ന് അറിയിക്കുന്നു. അതോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഓരോ സ്റ്റാഫിന്റെയും ഓരോ പ്രോഗ്രാമിന്റെയും മാറ്റ് കൂട്ടുന്നത് നമ്മുടെ സ്റ്റാഫുകൾ തന്നെയാണ്. ഈ വേദിയിലേക്ക് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ രമേശിനെ സ്വാഗതം ചെയ്യുവാണ്. ഒരു തുണി താളം തഞ്ചും